ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരം പറഞ്ഞ അഭിമാനകരമായൊരു നിമിഷത്തിനാണ് ഞാൻ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടൻ, കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. എത്രയോ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ ഉടനീളം ഇരിക്കുന്ന ആൾ. ആദ്യം വന്നൊരു ടൈലർ ആയിട്ട് വന്നിരിക്കുന്നത്, കോസ്റ്റ്യൂംസൊക്കെ ഡിസൈൻ ചെയ്യും, അതിൻ്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രം സിനിമാ സൈറ്റിലേക്ക് വരികയും പിന്നെ അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് കടന്നു, മെല്ലെ 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 കോമഡിയിലേക്ക് കടന്നു. കോമഡി മുതൽ അങ്ങനെ കയറി അവസാനം ഇപ്പോൾ മലയാള സിനിമയിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വലിയ നടന്മാരിൻ്റെ ഒപ്പം കിടപിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ദ്രൻസ് ആയി മാറി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു നേട്ടം, പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് കോമഡീസാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഭയങ്കര രസമായിരിക്കും ആ കാര്യങ്ങളൊക്കെ. പക്ഷേ സിനിമ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ഓരോ സിനിമയിലും അദ്ദേഹം എന്താ പറയുക, കാഴ്ചവെക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റാത്ത ലെവലിലാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ലാസ്റ്റ് ഈ ഒരു ആശാൻ പറഞ്ഞ മൂവിയുടെ ഒരു ഓഡിയോ ലോഞ്ച് ഇല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് സമയത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരികയും ഇദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് വാനോളം പുകഴ്ത്തി ചെയ്ത്. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത ഒരു ഇന്ദ്രൻസ് എന്ന വ്യക്തിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം പല സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഒരു അതിഗംഭീരമായിരിക്കും. കാരണം ആ ഹോം എന്ന ക്യാരക്ടർ സിനിമയിലൊക്കെ വന്നിരിക്കുന്ന ഒരു അഭിനയം പറയണത് കിടുക്കാച്ചിയാണ് ഗൈസ്. അതിനുശേഷം മമ്മൂട്ടി തന്നെ പറയേണ്ട 2 സിനിമകൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ജനതാര പമ്പ് സെറ്റ്, അതിലെ അഭിനയം വളരെ രസമായിരുന്നു. പിന്നെ ഒരു സിനിമയുണ്ട് ജമാലിൻ്റെ പുഞ്ചിരി, 2024 ഇറങ്ങിയൊരു സിനിമയാണ്. 8.5 റേറ്റിംഗ് ഉണ്ട്. അത്ര മനോഹരമായ പെർഫോമൻസാണ് ആ സിനിമയിൽ ചെയ്തതെന്ന് ശ്രീ മമ്മൂട്ടീനെ പറയണ്ടായി. കാരണം അത്രമാത്രം ഗംഭീരമായ പെർഫോമൻസ്. അത് ഈ നമ്മളെല്ലാം പണ്ടെല്ലാം തന്നെ എല്ലാവരും ഹാസ്യപരമായി വിളിച്ചുകൊണ്ടിരുന്ന കൊടക്കമ്പി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ മലയാളത്തിൻ്റെ തൂണുകൾ ഒരു തൂണായി അല്ലേ. കുറേ തൂണുകളുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രി പിടിച്ചിരുന്നത്, അതിലൊരു മെയിൻ തൂണായി മാറിയിരിക്കുന്നു. കാരണം എല്ലാ സിനിമ പെട്ടെന്ന് നോക്കി ഇദ്ദേഹത്തിന് ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ അതിഗംഭീരമായിരിക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രസമുള്ളതായിരിക്കും. കാരണം അത് എന്താ കേട്ടുകഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം ഇപ്പോൾ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യാൻ തുടങ്ങി മലയാള സിനിമയിൽ ഓരോരുത്തരും. കാരണം അവരിൻ്റെ ഒരു കലയും കലാമൂല്യത്തെയും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എല്ലാം ഇപ്പോൾ സെറ്റായി വന്നു. എന്തായാലും ആശാൻ എന്ന സിനിമ ഗംഭീരമാണെന്ന് മമ്മൂട്ടിനെ പറഞ്ഞു. മമ്മൂട്ടിനെ ഈ സിനിമ കണ്ട് കിടുക്കാച്ചിയാണ്, ഇതിൽ ട്രെയിലറും കൂടി മോശമാക്കുമെന്നൊരു പേടിയോട് വന്നു എന്നൊക്കെ പറഞ്ഞ ആൾ പറഞ്ഞു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ആളെന്നെ പറയുന്നു, ഈ സിനിമ നിങ്ങൾ ഇതുപോലെ പ്രതീക്ഷിക്കാത്തൊരു സിനിമയായിരിക്കും. കാരണം ആശാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ആശാനാണ്, ഇതുവല്ല ഡാൻസ് മാസ്റ്ററാണോ, ഇല്ല വല്ല ഫൈറ്റ് മാസ്റ്ററാണോ, ഇനി വേറെ വല്ല ആശാനാണോ. നമ്മുടെ നാട്ടിൽ പൊറോട്ട ആശാൻ വരെ ഉണ്ട്. അപ്പോൾ എന്ത് ആശാൻ എന്നറിയാൻ ഇപ്പം മലയാളത്തിൽ എല്ലാവരും വളരെയധികം കൗതുകം ഉണ്ടായിരിക്കും. പക്ഷേ മമ്മൂട്ടീനെ കണ്ടു പറഞ്ഞു സിനിമ അതിഗംഭീരമാണ് എന്ന് വെച്ചാൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മോശമായി വിചാരിച്ച് ഞാൻ വന്ന് വെറുതെ ആവും തോന്നി. പക്ഷേ ട്രെയിലർ അതിഗംഭീരമാണ്. അപ്പോൾ സിനിമ ഇതിനേക്കാളും ബെസ്റ്റാണ്. കാരണം അദ്ദേഹം ഫുൾ കഥയും കേട്ട് വ്യക്തിയും കൂടിയാണ് ശ്രീ മമ്മൂട്ടി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്കൊരിക്കലും വിസ്മയിക്കാതിരിക്കാൻ പോകാൻ പറ്റില്ല. കാരണം അത്ര മനോഹരമായുള്ള പെർഫോമൻസ് ആയിരിക്കും. കാരണം എനിക്ക് ഇപ്പോൾ ഇന്ദ്രൻസ് ചേട്ടൻ പറയുന്നത് ഒരു വലിയൊരു കലാകാരൻ എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് വളർന്നു. കാരണം ഒരു മെഗാസ്റ്റാർ വന്ന് അദ്ദേഹത്തിന് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് വർത്തമാനം പറയുന്നു, അദ്ദേഹത്തിൻ്റെ അഭിമാനകരമാണ് അദ്ദേഹം പറയുന്നു. ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് എനിക്ക് അന്തം വിട്ട് പോകേണ്ട വന്നു എന്ന് പറയുമ്പോൾ, ഒരു മെഗാസ്റ്റാർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻസ് ചേട്ടൻ കിട്ടിയ വലിയൊരു ഓസ്കാറാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഇന്ദ്രൻസ് ചേട്ടന് കിട്ടുന്ന ഏറ്റവും വലിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓസ്കാർ പറയുന്നത് ചിലപ്പോൾ ഇതുപോലുള്ള കഴിവുറ്റ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ, മമ്മൂട്ടി, മോഹൻലാൽ പറയുന്നതാണ് നെടും തൂണെന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നൊരു വാക്ക്, അവർ ഇത്രയും എക്സ്പീരിയൻസ്ഡാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരു നല്ല വാക്ക് കിട്ടുക എന്ന് പറയുന്നത് കാരണം റിയലി ദാറ്റ്സ് എ ഗുഡ് വൺ, റൈറ്റ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇന്ദ്രൻസിനെ പോലെ വ്യക്തിക്ക് ഇത്രയും മനോഹരമായൊരു അല്ലെങ്കിൽ വാക്ക് കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം എന്താ പറയുക വിചാരിച്ച് കാണത്തില്ല. ഈ നാട്ടുകാരെ അറിയിച്ച് ഒരു വലിയൊരു ഫങ്ഷനിൽ ഇത്രയും ഗംഭീരമായൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ വ്യക്തി വന്ന് ഈ സാധാ മനുഷ്യൻ മലയാളത്തിനൊരു ഏടായി മാത്രം നിന്ന ഒരു വ്യക്തി ഇപ്പോൾ വലുതായി വലുത് പന്തലിച്ചെന്ന് പറയുന്നത് അതിമനോഹരമാണ്. കാരണം അത് പ്രോത്സാഹിപ്പിക്കാൻ കാണിച്ച മമ്മൂട്ടി എന്ന വ്യക്തിയുടെ മനസ്സിനെ ഞാൻ എന്താ പറയുക തുറന്ന് പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യൻ ഉടമയാണെന്നും കൂടി പറയാൻ ശ്രമിക്കുന്നു. കാരണം നമുക്കൊരിക്കലും നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
പക്ഷേ അങ്ങനെയല്ല, ഒരു വ്യക്തിയെ കൂടി കഴിവ് പിടിച്ചുയർത്താൻ ഇദ്ദേഹം ശ്രമിക്കുന്നു പറയുന്നത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. എന്തായാലും സിനിമ ആശാൻ പൊളിച്ചടുക്കട്ടെ. ഇന്ദ്രൻസ് എന്ന വ്യക്തി ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സിനിമകൾ ചെയ്ത് നമ്മളെല്ലാം തന്നെ ഓരോരുത്തരെയും വിസ്മയിപ്പിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഹോം എന്ന ഒറ്റ സിനിമയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പെർഫോമൻസ് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയില്ലേ, ആ വേർഡ് ശരിക്കും ആപ്റ്റ് ആവുന്നത് ഇത്തരം സിനിമകളിൽ വരുന്ന ക്യാരക്ടറിനെയാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ പറ്റും. കാരണം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. ഇന്ദ്രൻസ് ഇപ്പോൾ പറയുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ മോളിവുഡ് എന്ന രീതിയിലേക്ക് മാറി. കാരണം അത് നമുക്ക് വിസ്മയിക്കാതിരിക്കാൻ പോകാൻ പറ്റില്ല. അത്രമാത്രം കിടുക്കാച്ചി പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനും ഞങ്ങളെയൊക്കെ എന്താ പറയുക, ഞങ്ങളെങ്ങനെ വിസ്മയിപ്പിച്ച് ഞങ്ങളെങ്ങനെ വാവ് എന്ന ഫാക്ടറിലേക്ക് എത്തിക്കാനും ഇനി ഈ വ്യക്തി കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഗൈസ്, അടുത്തൊരു നല്ലൊരു സിനിമയുടെ അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.